ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ക്ലാസ് ആണ് നമ്മൾ നോക്കുന്നത്. മൗലികമായ അവകാശങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇന്ത്യയിലെ ഓരോ സിറ്റിസൺസിനും പൗരന്മാർക്കും ഉള്ളത് അതിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതുവരെയുള്ള ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റു 2 ക്ലാസ്സസ് കണ്ടു നോക്കുക. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് പാർട്ട് 3-ലാണ് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3-ലാണ് മൗലികമായ അവകാശങ്ങൾ എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ഏതൊക്കെ ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 12 തൊട്ട് ആർട്ടിക്കിൾ 35 വരെയുള്ള ആർട്ടിക്കിൾസ്, 12 തൊട്ട് 35 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് പാർട്ട് 3-ലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ മാഗ്ന കാർട്ടയാണ്, അതായത് കാതലാണെന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാ? അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനു വേണ്ടിയാ വന്നത്? പ്രിയാമ്പിളിന്റെ ക്ലാസ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രെറ്റേണിറ്റി, ജസ്റ്റിസ്, ഇക്വാലിറ്റി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്ത് ഉറപ്പുവരുത്താനാണ്. അപ്പൊ ഇങ്ങനെയുള്ള നീതി, ന്യായം, അതുപോലെ തന്നെ ഇക്വാലിറ്റി ഒക്കെ ഉറപ്പുവരണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള അവകാശങ്ങളും മൗലികമായി നമ്മൾക്ക് എല്ലാവർക്കും ഇന്ത്യൻ സിറ്റിസൺസിന് തരണം. അപ്പൊ അത് തരുന്നത്, അല്ലെങ്കിൽ അത് അഷർ ചെയ്ത് തരുന്നത് ഏതിലൂടെയാ? പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാഗ്ന കാർട്ടയാണ് എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന പാർട്ട് 3 എന്നാണ് പറയുന്നത്. അപ്പൊ ഏതാണ് മാഗ്ന കാർട്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതാണ് അതിന്റെ ഒരു കാതൽ. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു, ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓരോരോ, അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ള പ്രത്യേകതകൾ, ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, ഇങ്ങനെയുള്ള പല പല ഫീച്ചേഴ്സ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത് മറ്റ് പല കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് അതിനെ നിന്ന് ബോറോ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ആ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക്, നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടനയിലേക്ക് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ബോറോ ചെയ്ത് കടമെടുത്തത്. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്. ഇപ്പൊ എവിടുന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബോറോ ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തതെന്ന് ചോദിച്ചാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താ ചെയ്യുന്നത്? എല്ലാ സിറ്റിസൺസിനും. ആർക്കൊക്കെയാ ഫണ്ടമെന്റൽ റൈറ്റ്സ്? ടു ഓൾ പേഴ്സൺസ് ആണോ, ടു എനി പേഴ്സൺസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓപ്ഷൻ ഇട്ട് തരുമ്പോ എന്ത് ചെയ്യുക? ടു ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും, എല്ലാ സിറ്റിസൺസിനും വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ, ഒരു തരത്തിലുള്ള വിവേചനങ്ങളോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻസോ ഇല്ലാതെ തന്നെ, വേർതിരിവുകളോ ഇല്ലാതെ എല്ലാ ഇന്ത്യയിലെ പൗരന്മാർക്കും ഒരുപോലെ ഉള്ളതാണ് എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് പാർട്ട് 3-ൽ പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള വാല്യൂസ്, അതായത് ഇന്ത്യയിലെ ജനങ്ങൾ, അതായത് നമ്മുടെ കൺട്രിയിലെ ജനങ്ങൾ ചെറിഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നത്. ഇത് ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള റൈറ്റ്സ്, അതായത് ന്യായീകരിക്കാൻ പറ്റുന്ന, നീതിന്യായം ഒക്കെ ഉള്ള ആ ഒരു ജസ്റ്റിഫയബിൾ റൈറ്റ്സ്. അതായത് എന്താ ജസ്റ്റിഫയബിൾ റൈറ്റ്സ് എന്ന് പറയാൻ കാരണം, ഇൻ കേസ് ഈ നമുക്ക് തന്നിട്ടുള്ള, അതായത് എനിക്ക് കുറച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക്, നമുക്ക് എല്ലാവർക്കും കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള മൗലിക അവകാശങ്ങൾ തന്നിട്ടുണ്ട്. ആ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആരെങ്കിലും അത് ലംഘിച്ചു, നമ്മുടെ അവകാശം ഏതെങ്കിലും വ്യക്തിയുടെ പ്രവൃത്തി കാരണം ലംഘിക്കപ്പെട്ടു, അത് വയലേറ്റഡ് ആയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ജസ്റ്റിഫയബിൾ ആണ്. അത് ന്യായീകരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അതിന് നീതി കിട്ടും. ഏത് രീതിയിലൂടെ? ഹൈക്കോർട്ടിലൂടെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ നമുക്ക് റിട്ട് കൊടുക്കാൻ പറ്റും, ഹർജി കൊടുക്കാൻ പറ്റും. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റുകൾ ഏതെങ്കിലും വയലേഷൻ ആവുകയാണ് എങ്കിൽ, ഇൻ കേസ് അത് വയലേറ്റഡ് ആയാൽ, കാരണം അത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ആകുമ്പോൾ ഹൈക്കോർട്ടിലോ സുപ്രീം കോടതിയിലോ നമുക്ക് റിട്ടുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഹർജി കൊടുത്ത് നമുക്കത് എൻഫോഴ്സ് ചെയ്ത് പ്രാബല്യത്തിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള റിട്ടുകൾ ഉണ്ട്, റിട്ടിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാ, ഇതൊക്കെ നമുക്ക് ക്ലാസ് എടുക്കുന്നതായിരിക്കും. അടുത്തത് നമ്മൾ പറയുന്നത്, നോട്ട് ഓൺലി ഗ്യാരണ്ടീസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബട്ട് ഓൾസോ പ്രൊവൈഡ്സ് ദ റെമഡി ഫോർ ദ വയലേഷൻ ഓഫ് ദി റൈറ്റ്സ്. അത് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തല്ല ചെയ്യുന്നത്? നോട്ട് ഓൺലി ഗ്യാരണ്ടീസ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ്സ്, മൗലികമായ അവകാശങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഉറപ്പ് തരിക. അങ്ങനെ ഉറപ്പ് തരിക മാത്രമല്ല ചെയ്തേക്കണേ, അതോടൊപ്പം തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബട്ട് ഓൾസോ പ്രൊവൈഡ്സ് ദ റെമഡി ഫോർ ദ വയലേഷൻ ഓഫ് റൈറ്റ്സ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങാനും വയലേറ്റഡ് ആവുകയാണ്, നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അതിനുള്ള റെമഡിയും പരിഹാരവും കൂടി
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. എന്താ പരിഹാരം? നമുക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ റിട്ടുകൾ കൊടുത്ത് നമുക്കത് എൻഫോഴ്സ് ചെയ്യാൻ, അതായത് പ്രാബല്യത്തിലാക്കി എടുക്കാനായിട്ട് പറ്റും. അതില് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗാർഡിയൻ എന്നൊക്കെ പറയുന്ന രക്ഷകർത്താവ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊട്ടക്ടർ, സംരക്ഷകൻ എന്നൊക്കെ പറയുന്ന ആരാണ്? സുപ്രീം കോടതിയാണ്. ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി അതല്ലേ. അപ്പൊ സുപ്രീം കോടതിയാണ് നമ്മുടെ ഗാർഡിയൻ അല്ലെങ്കിൽ പ്രൊട്ടക്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ പാർട്ട് 3 പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എല്ലാം അതിൽ ഏതെങ്കിലും ഒരെണ്ണം വയലേറ്റഡ് ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ ഹൈക്കോർട്ടിലോ അല്ലെങ്കിൽ സുപ്രീം കോടതി വരെയൊക്കെ നമുക്ക് റിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ള ഒരു ബേസ് ആയിട്ട് പറയുന്നത്. ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇത് ഇൻസ്പയർ ചെയ്തത്? പാർട്ട് 3 ആണ്. ഏതാണ് ആർട്ടിക്കിൾസ് പറയുന്നത്? 12 to 35 ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ നമുക്ക് ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിക്കും. സുപ്രീം കോടതിയാണ് നമ്മുടെ ഏറ്റവും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ അല്ലെങ്കിൽ പ്രൊട്ടക്ടർ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ 1 by 1 ആയിട്ട് ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് ഓരോ ആർട്ടിക്കിൾസ് 12 തൊട്ട് 35 വരെയുള്ള ഓരോ ആർട്ടിക്കിൾസ് നോക്കുകയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ആദ്യത്തെ ആർട്ടിക്കിൾ ആണ് ഇപ്പൊ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്ന ആദ്യത്തെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 12. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ എവിടെയാ പറയുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 12 അപ്പൊ സ്റ്റേറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് കംപ്രൈസിംഗ് ഓഫ് എന്തൊക്കെ വരുന്നുണ്ട് അതിന്റെ അകത്ത്? ഇന്ത്യൻ ഗവൺമെന്റും അതുപോലെ തന്നെ പാർലമെന്റ് ഓഫ് ഇന്ത്യയും, അതായത് സെൻട്രൽ ഗവൺമെന്റും പാർലമെന്റും കൂടി വരുന്നതാണ് പാർലമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ അതൊരു സെറ്റ് ആയിട്ട് എഴുതിക്കോ. സ്റ്റേറ്റിന്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? സെൻട്രൽ ഗവൺമെന്റും വരുന്നുണ്ട്, പാർലമെന്റ് ഓഫ് ഇന്ത്യയും വരുന്നുണ്ട്. പിന്നെ അടുത്ത എന്താ വരുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ തന്നെ ലെജിസ്ലേച്ചേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദി സ്റ്റേറ്റ്, അതായത് ഓരോ സ്റ്റേറ്റിലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സും സ്റ്റേറ്റ് ഗവൺമെന്റും ഇതൊക്കെ കൂടി ചേരുന്നതാണ് സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഈച്ച് സ്റ്റേറ്റിലെ ഓരോ സ്റ്റേറ്റിലെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സും പിന്നെ അതോടൊപ്പം തന്നെ ഓൾ ലോക്കൽ അതോറിറ്റി, എല്ലാ ലോക്കൽ അതോറിറ്റി, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മുതലായ എല്ലാ ലോക്കൽ അതോറിറ്റീസും അതുപോലെ തന്നെ ഓൾ ലോക്കൽ അതോറിറ്റീസ് ആൻഡ് അതർ അതോറിറ്റീസ് വിത്തിൻ ദ കൺട്രോൾ ഓഫ് അല്ലെങ്കിൽ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ഇന്ത്യയുടെ ടെറിട്ടറിയുടെ പരിധിയിലുള്ള എല്ലാ അതോറിറ്റീസും ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്ത്? സ്റ്റേറ്റ്. അതോടൊപ്പം ഓർ അണ്ടർ ദി കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള എല്ലാ അതോറിറ്റീസും അതുപോലെ തന്നെ ലോക്കൽ ആയിട്ടുള്ള അതോറിറ്റീസും എല്ലാം കൂടി ചേരുന്നതാണ് സ്റ്റേറ്റ് എന്നാണ് ആർട്ടിക്കിൾ 12 പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 12? സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റും പാർലമെന്റ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഗവൺമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, ഓരോ സ്റ്റേറ്റിലെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സും ബാക്കിയുള്ള ലോക്കൽ അതോറിറ്റീസും പിന്നെ മറ്റ് ഇന്ത്യയുടെ ടെറിട്ടറിയിലുള്ള പരിധിയിലുള്ള എല്ലാ ടെറിട്ടറീസും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലുള്ള ബാക്കി ടെറിട്ടറീസും എല്ലാം കൂടി ബാക്കി അതോറിറ്റീസും എല്ലാം കൂടി ചേരുന്നതാണ് സ്റ്റേറ്റ് എന്നാണ് സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും സാധനങ്ങൾ ചേരുന്നതാണ് സ്റ്റേറ്റ്. ഇതിന്റെ എല്ലാം കൂടി ഒരു കംപ്രൈസിംഗ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ ആർട്ടിക്കിൾ 12 പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഓർക്കുക. സ്റ്റേറ്റിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കുക. അപ്പൊ ഈ എലമെന്റ്സ് ഒക്കെ തന്നിട്ട് നിങ്ങളോട് ഓപ്ഷൻ ആയിട്ട് തന്നിട്ട് ഇതൊക്കെ വരുമോ എന്ന് ചോദിച്ചാൽ അപ്പൊ എന്തൊക്കെയാ വരുന്നതെന്ന് ഓർത്തിരിക്കുക, ഡെഫിനിഷൻ ഓർത്തിരിക്കുക. 30 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 13 എന്താ പറയുന്നത് എന്നാണ് നോക്കുന്നത്. ആ 13 ക്ലോസ് 1, അതായത് ബ്രാക്കറ്റിൽ ഇങ്ങനെ 1 ഇട്ടാൽ ക്ലോസ് 1 ആ വായിക്കുന്നത്. 13 ക്ലോസ് 1, ആർട്ടിക്കിൾ 13 ക്ലോസ് 1. ഇത് 13 ക്ലോസ് 2 സബ്സെക്ഷൻസ് ആയിട്ട് പറയുന്നതാ. സബ് ആർട്ടിക്കിൾസ് ആയിട്ട് പറയുന്നതാണ് 13 ക്ലോസ് 3. ഇങ്ങനെ 3 ആർട്ടിക്കിൾസ്, അതായത് നമ്മൾ ആർട്ടിക്കിൾ 13 ക്ലോസ് 1, 13ന്റെ ക്ലോസ് 1ഉം 13 ക്ലോസ് 2ഉം 13 ക്ലോസ് 3ഉം എന്തൊക്കെയാ പറയുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 13 ക്ലോസ് 1 അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ 13 എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ജുഡീഷ്യൽ റിവ്യൂ. ഓർക്കാം, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സാമിൻ ചെയ്യുക, വെരിഫൈ ചെയ്ത് നോക്കുക കറക്റ്റ് ആണോ എന്നൊക്കെ. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ജുഡീഷ്യറി റിവ്യൂ ചെയ്യുക. ജുഡീഷ്യറി എന്ന് പറയുന്നത് ആരാ? ഈ റിവ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കാ? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ആണ്. അപ്പൊ ആർട്ടിക്കിൾ 30 ജുഡീഷ്യൽ റിവ്യൂ എന്ന കോൺസെപ്റ്റ് പറയുന്നത്. ഇത് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനായിട്ടുള്ള പവർ ആർക്കാ? ഹൈക്കോർട്ടിനും. HC എഴുതിയേക്കണ ഹൈക്കോർട്ടാണ്, സുപ്രീം കോർട്ട്. ഓക്കെ, SC എഴുതിയേക്കണ സുപ്രീം കോർട്ടാണ്. അപ്പൊ ഹൈക്കോർട്ടിനും സുപ്രീം കോടതിക്കുമാണ് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനായിട്ടുള്ള പവർ ഉള്ളത് ആർട്ടിക്കിൾ 13 പ്രകാരം. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്
നമ്മുടെ നിയമങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിൻസിപ്പിൾസ്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഏതെങ്കിലും പ്രൊവിഷൻസിന് വയലേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് ഏതെങ്കിലും ലെജിസ്ലേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ലെജിസ്ലേഷൻസ് വയലേറ്റീവ് ഓഫ് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റീവ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ലെജിസ്ലേഷൻ, ആ പർട്ടിക്കുലർ ആയിട്ടുള്ള നിയമം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ എന്ത് ചെയ്യാൻ സാധിക്കും, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അൺകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ് പറയുന്ന ഭരണഘടനയ്ക്ക് എതിരാണെന്നുള്ള രീതിയിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയാനായി സാധിക്കും. ആർട്ടിക്കിൾ 30 ജുഡീഷ്യൽ റിവ്യൂ പറയുന്നത്, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് സുപ്രീം കോടതിക്ക് ഹൈക്കോടതിക്കാണ് പവർ ഉള്ളത്. ഏതെങ്കിലും നിയമം ഈ പറയുന്ന ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിൻസിപ്പിൾസിന് വയലേറ്റീവ് ആയിട്ട് വന്നാൽ, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഇൻകൺസിസ്റ്റന്റ് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ നിയമം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ജുഡീഷ്യറിക്ക് റിവ്യൂ ചെയ്തിട്ട് പറയാനായി സാധിക്കും. എന്നിട്ട് സ്ട്രക്ക് ഡൗൺ ചെയ്യും, ആ നിയമം എടുത്തു കളയും. ഇനി അതിൽ ആർട്ടിക്കിൾ 13 പറയുന്നത് ഓൾ ദ ലോസ് എനാക്റ്റഡ് ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന നിയമങ്ങൾ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് എനാക്ട് ചെയ്ത നിയമങ്ങളും അതോടൊപ്പം തന്നെ ആൻഡ് ഇൻഫോഴ്സ് കറന്റ്ലി ഇപ്പൊ നിലവിലുള്ള നിയമങ്ങൾ, അതായത് ഇപ്പോ നമുക്ക് നിലവിലുള്ള നിയമങ്ങളാണെങ്കിലും, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം വന്ന നിയമങ്ങളാണെങ്കിലും അതിനു മുമ്പ് നിലവിലുണ്ടായിരുന്ന നിയമങ്ങളാണെങ്കിലും ഇഫ് അതെങ്ങനെയാണ് കൺസിസ്റ്റന്റ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി സെക്ഷൻ, അത് പറയുന്നത് ഇഫ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി സെക്ഷൻ, അതായത് നമ്മുടെ സെക്ഷന്റെ പ്രൊവിഷൻസിന്, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ഏതെങ്കിലും പ്രൊവിഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതെങ്കിലും പ്രൊവിഷൻസിന് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിലാണ് പണ്ട് നിലവിലുണ്ടായിരുന്ന നിയമമോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു നിയമമോ നിൽക്കുന്നതെങ്കിൽ അതെന്തായിട്ട് നിൽക്കും, ഷാൽ ബി വോയിഡ്. വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, അസാധു. അതായത് നാം കോൺട്രാക്ടിന്റെ ക്ലാസ് ഒക്കെ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോയിഡ് എന്ന് പറഞ്ഞാൽ അസാധുവാണ്. അപ്പൊ അസാധുവായി പോകും ടു ദ എക്സ്റ്റെന്റ് ഓഫ് ഇറ്റ്സ് ഇൻകൺസിസ്റ്റൻസി, എത്രത്തോളമാണോ അതിന്റെ ഇൻകൺസിസ്റ്റൻസി, എത്രത്തോളം അത് വിരുദ്ധമായിട്ടാണോ അല്ലെങ്കിൽ എത്രത്തോളം പൊരുത്തക്കേട് അതിലുണ്ടോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട്, അത്രത്തോളം അത് അസാധുവായിട്ട് ആ നിയമം പോകും. അതിന്റെ ഇപ്പൊ ഒരു ഭാഗം മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ട് ആ നിയമത്തിന്റെ വന്നേ. അപ്പൊ ആ ഭാഗം മാത്രം എന്ത് ചെയ്യും, ഈ പറയുന്ന വോയിഡ് ആയിട്ട് കളയും, അസാധുവായിട്ട് കളയും. അപ്പൊ ഏതെങ്കിലും നിയമങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് മുമ്പോ അതിന് ശേഷമോ ഇപ്പൊ നിലവിലുള്ളതോ ആയ നിയമങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ഏതെങ്കിലും സെക്ഷൻസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ആ ഒരു സെക്ഷന്റെ പ്രൊവിഷൻസിനെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിലാണ് എങ്കിൽ എന്ത് ചെയ്യും, എത്രത്തോളമാണോ വിരുദ്ധതയുള്ളത്, ഇൻകൺസിസ്റ്റൻസി ഉള്ളത്, അത്രത്തോളം അത് വോയിഡ് ആണ്, അസാധുവാണെന്ന് പറയും എന്നാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. ആരാ ഇത് പറയുന്നത്, സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി. സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ ഹൈക്കോടതിക്കാണ് ജുഡീഷ്യൽ റിവ്യൂ ആർട്ടിക്കിൾ 13 പ്രകാരം നടത്താൻ സാധിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 13 ക്ലോസ് 2 പറയുന്നത് ഓൾ ദി ലോസ് എനാക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് എനാക്ട് ചെയ്യുന്ന നിയമങ്ങൾ ഇൻ ഡെറോഗേഷൻ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് സ്റ്റേറ്റ് ഏതെങ്കിലും നിയമങ്ങൾ എനാക്ട് ചെയ്യുന്നത്, നിർമ്മിക്കുന്നതെങ്കിലും അതും എന്തായി പോകും, ഷാൽ ബി വോയിഡ് ടു ദാറ്റ് എക്സ്റ്റെന്റ്. എത്രത്തോളമാണോ അതിന് ഈ പറയുന്ന ഇൻകൺസിസ്റ്റൻസി ഉള്ളത് അല്ലെങ്കിൽ എത്രത്തോളം വിരുദ്ധമായിട്ടാണോ ആ ഒരു നിയമം കൊണ്ടുവന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സിന് എത്രത്തോളം വിരുദ്ധമായിട്ടാണോ അത്രത്തോളം അത് വോയിഡ് ആയിട്ട് പോകും, അസാധുവായി പോകും. ഇനി ആർട്ടിക്കിൾ 13 അപ്പോൾ ലോ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഏത് ആർട്ടിക്കിളിലാ, ആർട്ടിക്കിൾ 13 ബ്രാക്കറ്റിൽ 3. അപ്പൊ 13 ലോ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ലോയ്ക്കകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അത് നോക്കിക്കോളൂ. ലോ ഇൻക്ലൂഡ്സ് എനി ലോ, ഏത് നിയമം വേണമെങ്കിലും ആകാം, ബൈലോ ആകാം, അല്ലെങ്കിൽ ഓർഡർ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഡിനൻസ് ആകാം. അതായത് എക്സിക്യൂട്ടീവ് അതോറിറ്റീസ് ഒക്കെ പറയുന്ന എന്തെങ്കിലും ഓർഡിനൻസോ അല്ലെങ്കിൽ ഓർഡറോ അല്ലെങ്കിൽ റൂളോ അല്ലെങ്കിൽ റെഗുലേഷനോ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷനോ റെഗുലേഷനോ കസ്റ്റം, നമ്മൾ കുറെ കാലങ്ങളായിട്ട് ആരും നമ്മളെ നിർബന്ധിക്കാതെ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരമായിട്ട് വർഷങ്ങളോളം കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമോ അല്ലെങ്കിൽ യൂസേജോ, ഇതൊക്കെ എന്താണ് ഇന്ത്യൻ ടെറിട്ടറിയിൽ എനാക്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു പരിധിയിലുള്ളിൽ എനാക്ട് ചെയ്തിട്ടുള്ള ഓർഡറോ ബൈലോയോ ഓർഡിനൻസോ അല്ലെങ്കിൽ എന്ത് ലോയോ, ഇതൊക്കെ നോട്ടിഫിക്കേഷനോ റെഗുലേഷനോ എല്ലാം എന്തിൽ വരും, ലോ എന്ന് പറയുന്ന ടേമിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ലോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കുക, ഓപ്ഷനിൽ തന്നിട്ട് ഇതുണ്ടോ, ലോയിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ, അത് ഓൾ ഓഫ് ദി എബോ ആണോ നൺ ഓഫ് ദി എബോ ആണോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതണമെങ്കിൽ ലോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ലോ ഇൻക്ലൂഡ്സ് എനി ലോ, ബൈലോ,
ഓർഡർ, ഓർഡിനൻസ്, റൂള്, റെഗുലേഷൻ, നോട്ടിഫിക്കേഷൻ, കസ്റ്റം, യൂസേജ്, ഇതെല്ലാം ഇന്ത്യൻ ടെറിട്ടറിയിൽ എനാക്ട് ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ളതെല്ലാം ലോ എന്ന് പറയുന്ന ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയാണ് എടുക്കുന്നത്. ബാക്കി 14 തൊട്ടുള്ള ആർട്ടിക്കിൾസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.